ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്നൊരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം. ഈ വേനൽ ചൂടിലും അതുപോലെ തന്നെ റംലാൻ മാസത്തിലുമൊക്കെ ക്ഷീണം മാറാനും വയറ് നന്നായിട്ട് തണുക്കാനും ഒക്കെ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഷമാമാണ് എടുത്തിരിക്കുന്നത്. ഷമാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം. കുരു കളഞ്ഞെടുത്തിട്ട് നമുക്കിത് നടുവേ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിനായിട്ട് വേണ്ടതുണ്ടല്ലോ കട്ടപ്പാലാണ്. അപ്പം നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് പൊട്ടിച്ച് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ സാധാരണ നാടൻ പാലാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച ശേഷം കട്ടയാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് ഷമാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ കട്ട് ചെയ്ത 2 പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേർപകുതി ഷമാമാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ടുണ്ടല്ലോ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് അത് പഞ്ചസാര കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലൊരു ഡ്രിങ്കാണ്. നമുക്കിതിലേക്ക് ഇനി ബാക്കി ചേരുവകളൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ നന്നായിട്ട് ക്ഷീണം മാറുകയും വയറ് തണുക്കുകയും ഒക്കെ ചെയ്യും. ഇനിയുണ്ടല്ലോ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഷമാമിൻ്റെ പകുതി പീസ് കൂടെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കസ്കസാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്കസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതും കൂടെ ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കസ്കസും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വയറ് നന്നായിട്ട് തണുക്കും, നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഈ വേനൽ ചൂടിലും അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ ടൈമിലും ഒക്കെ നമ്മൾ ഇതുപോലെ നിന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഉണ്ടല്ലോ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.